നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2026 മെയ് മാസത്തിന്റെ രണ്ടാം പകുതിയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ കാലയളവ് മാറ്റങ്ങളുടെയും പുരോഗതിയുടെയും സമയമാണ്. ഒരു മാനിന്റെ മിഴിവോടെ ലോകത്തെ നോക്കിക്കാണുന്ന നിങ്ങൾക്കായി ഈ 15 ദിവസങ്ങൾ എന്തൊക്കെയാണ് കരുതിവെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ജീവിതം ഒരു പുഴ പോലെയാണ്. അതൊഴുകിക്കൊണ്ടേയിരിക്കും. പാതയിലെ കല്ലുകളെയും മുള്ളുകളെയും ഭയക്കാതെ മുന്നോട്ടു പോകുന്നവനാണ് യഥാർത്ഥ വിജയി. ഇരട്ടിച്ച ആവേശത്തോടെ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നേറുക എന്നതാണ് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ആദ്യത്തെ കാര്യം. ഈ മാസത്തിന്റെ അവസാന പകുതിയിൽ തൊഴിൽ രംഗത്ത് വലിയ പുരോഗതി ദൃശ്യമാകും. മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കാൻ സാധിക്കും. സാമ്പത്തികമായി നില മെച്ചപ്പെടും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. സമയത്തിന്റെ വിലയറിഞ്ഞ് പ്രവർത്തിക്കുന്നവർക്ക് ലോകം കീഴടക്കാൻ കഴിയും എന്ന സത്യം നിങ്ങൾ എപ്പോഴും ഓർക്കുക. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി കർമ്മപഥത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കാനും കൃത്യമായ വിശ്രമമെടുക്കാനും ശ്രദ്ധിക്കുക. മനസ്സിൽ നന്മയുണ്ടെങ്കിൽ പോകുന്ന വഴികളെല്ലാം പുണ്യമായി മാറൂ എന്ന പ്രത്യാശയോടെ വേണം ഓരോ ദിവസവും തുടങ്ങാൻ. ഈ കാലയളവിൽ നിങ്ങൾ ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ധൃതി പിടിക്കാതെ മുതിർന്നവരുടെ ഉപദേശം തേടുന്നത് ഗുണകരമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിക്കും. പുതിയ സൗഹൃദങ്ങൾ ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും. വഴിപാടുകളായി ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് അത്യുത്തമമാണ്. പിൻവിളക്ക് കത്തിക്കുന്നതും മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്നതും തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. കൂടാതെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ആഹാരം നൽകുന്നതും നിങ്ങളുടെ ഐശ്വര്യം വർദ്ധിപ്പിക്കും. ഈ മാസം നിങ്ങൾക്ക് ഐശ്വര്യപൂർണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.